ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന രാജിവെച്ചെന്ന റിപ്പോർട്ടുകൾ വരുന്നു. സംവരണ പ്രക്ഷോഭം ശക്തമായ സാഹചര്യത്തിലാണ് ഇതെന്നാണ് റിപ്പോർട്ടുകൾ. രാധാകൃഷ്ണൻ ഇപ്പോൾ ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. ആർക്കെയും ഈ ഷെയ്ഖ് ഹസീന രാജ്യം വിട്ടു എന്നടക്കമുള്ള റിപ്പോർട്ടുകളാണല്ലോ ഇപ്പോൾ പുറത്തുവരുന്നത്. ഒടുവിൽ ലഭ്യമാകുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ് ആർക്കെ? തീർച്ചയായിട്ടും ബംഗ്ലാദേശ് രാഷ്ട്രീയത്തെ സംബന്ധിച്ച് നമ്മൾ കഴിഞ്ഞ കുറച്ച് പതിറ്റാണ്ടുകളുള്ള സംഭവ വികാസങ്ങൾ വിലയിരുത്തിയാൽ ഷെയ്ഖ് ഹസീന വളരെ ശക്തിയായിട്ടുള്ള ഒരു നേതാവെന്ന രീതിയിൽ ബംഗ്ലാദേശിനുള്ളിലും ബംഗ്ലാദേശിൽ നടത്തിയിട്ടുള്ള അവരുടേതായിട്ടുള്ള ഇടപെടൽ വഴി അന്താരാഷ്ട്ര സമൂഹത്തിലും ശ്രദ്ധ നേടിയ ഒരു രാഷ്ട്രീയ നേതാവ് തന്നെയാണ്. അതിനുശേഷം ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ഈ വിദ്യാർത്ഥി പ്രക്ഷോഭം സംവരണ വിരുദ്ധ പ്രക്ഷോഭം എന്ന വിധത്തിലേക്ക് വളരുകയും അത് വളരെ ശക്തമാവുകയും ചെയ്ത സാഹചര്യത്തിലാണ് ഇപ്പോഴത്തെ രീതിയിൽ അവർക്ക് ഈ സ്ഥാനം ഒഴിയേണ്ടി വരുന്ന വിധത്തിലേക്ക് കാര്യങ്ങൾ വഴിമാറുന്നത്. ഷെയ്ഖ് ഹസീനയുടെ തന്നെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ വിദ്യാർത്ഥി ഘടകത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായ സമീപനം അതൊരു പക്ഷേ ഈ സമരത്തെ കൂടുതൽ അക്രമാസക്തമാക്കുന്നതിന് വേണ്ടിയിട്ടും കൂടുതൽ സർക്കാർ വിരുദ്ധ പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കാൻ ഈ സമരക്കാരെ പ്രേരിപ്പിക്കുന്ന വിധത്തിലേക്കും കാര്യങ്ങൾ എത്തിക്കുകയായിരുന്നു. ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ ധാക്ക നഗരത്തിന്റെ തെരുവീതികളിൽ ഇറങ്ങിയപ്പോൾ ഷെയ്ഖ് ഹസീനയ്ക്കും ഷെയ്ഖ് ഹസീനയുടെ സർക്കാരിനും രാജി മാത്രമായി മാറുന്നു നിർവാഹം എന്ന വിധത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. ഏറ്റവും ഒടുവിൽ ഷെയ്ഖ് ഹസീന ഒരു ഹെലികോപ്റ്ററിൽ അവിടെ നിന്ന് പുറത്തേക്ക് പോകുന്ന ഒരു കാഴ്ച, സഹോദരിയോടൊപ്പം പോകുന്ന ഒരു കാഴ്ചയാണ് ദൃശ്യങ്ങളായിട്ട് നമുക്ക് മുന്നിൽ എത്തുന്നത്. സ്വയം വിശദീകരിക്കാവുന്ന ആ ദൃശ്യങ്ങൾ വ്യക്തമാക്കുന്നത് ഈ വിമാനം ഈ ഹെലികോപ്റ്റർ അത് സൈനിക ഹെലികോപ്റ്ററാണോ അഥവാ മറ്റ് സ്വകാര്യമായിട്ടുള്ള ഏതെങ്കിലും ഹെലികോപ്റ്ററാണോ എന്നതിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു സ്ഥിരീകരണം ഇല്ല. എന്നിരുന്നാൽ പോലും അവർ ധാക്കയിൽ നിന്ന് പോയിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. ധാക്കയിൽ നിന്നും പോയിട്ടുള്ള ഷെയ്ഖ് ഹസീന ഒരുപക്ഷെ ബംഗാളിലേക്ക് എത്തിയിരിക്കും എന്ന വിധത്തിലാണ് ഈ സൂചനകൾ വ്യക്തമാക്കുന്നത്. എന്നാൽ അതിനൊപ്പം തന്നെ ഈ പ്രതിഷേധം നടത്തുന്നവർ, പ്രക്ഷോഭകാരികൾ, അവർ പ്രധാനമന്ത്രിയുടെ വസതിയിലേക്ക്, ഷെയ്ഖ് ഹസീനയുടെ വസതിയിലേക്ക് ഇരച്ച് കയറിയിരിക്കുകയാണ്. ഒരുപക്ഷെ ശ്രീലങ്കയിൽ നമ്മൾ കണ്ടതിന് സമാനമായിട്ടുള്ള സാഹചര്യം ധാക്കയിൽ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുടെ വസതിയിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. പ്രധാനമന്ത്രിയുടെ വസതി പ്രക്ഷോഭകാരികൾ കയ്യേറിയിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ സാഹചര്യം. പട്ടാള മേധാവി അല്പസമയത്തിനകം ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള തന്റെ പ്രസ്താവന പുറപ്പെടുവിക്കുന്നുണ്ട്. ആ പ്രസ്താവനയിൽ നിന്ന് കാര്യങ്ങൾ ഏത് വിധത്തിലാണ് വഴിമാറുന്നത് എന്ന് നമുക്ക് വ്യക്തമാകും. ഷെയ്ഖ് ഹസീനയ്ക്ക് പട്ടാളത്തിന്റെ ഭാഗത്തു നിന്നുള്ള പിന്തുണ ഉണ്ട് എന്ന് കണക്കാക്കപ്പെടുന്ന ഈ ഘട്ടത്തിലും പട്ടാള മേധാവിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്ന പ്രതികരണം വളരെ പ്രധാനപ്പെട്ടതാണ്. പ്രത്യേകിച്ച് പാകിസ്ഥാന്റെ രീതിയിലേക്ക് ഈ ബംഗ്ലാദേശും ഒരു പട്ടാള ഭരണത്തിന് കീഴിലേക്ക് വഴിമാറുമോ എന്നതടക്കമുള്ള കാര്യങ്ങളിലുള്ള വ്യക്തത ഒരുപക്ഷെ ആ വിശദീകരണമായിരിക്കും നൽകുക. ഏതായാലും ധാക്കയിൽ വിദ്യാർത്ഥി പ്രക്ഷോഭം, സംവരണ വിരുദ്ധ പ്രക്ഷോഭം ശക്തമായിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യം തന്നെ കാണുന്നു. രക്തരൂക്ഷിതമായിട്ടുള്ള ഈ പ്രതിഷേധം പ്രധാനമന്ത്രിയുടെ സ്ഥാനഭ്രഷ്ടയാക്കുന്ന വിധത്തിലേക്ക് എത്തുകയാണ്. വളരെ ശക്തമായിട്ടുള്ള പ്രതിഷേധം ധാക്കയിൽ ഇപ്പോഴും നടക്കുകയാണ്.